ഓക്കെ, നമ്മളെല്ലാവരും ലമീസിനെ മിസ് ചെയ്യൂലേ ഭയങ്കരമായിട്ട്. നമ്മളെല്ലാവരുടെയും വളരെ സ്വീറ്റ് ബനാനക്കുട്ടിയാണ്, ഇപ്പോഴും ആയിരിക്കും എപ്പോഴും. സോ സനൂപിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ സനൂപ് ഇങ്ങനെ ഞെട്ടുണ്ടല്ലോ. എന്താണെന്നൊന്ന് വേഗം പറഞ്ഞു തോലക്കല്ലേ. അതന്നെ, ഒന്നുമല്ല, സനൂപ് ഇന്നാണെന്ന് പറയണ. പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അല്ല ഒട്ടും? പ്രതീക്ഷ അധികം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സനൂപ് നാരോ എസ്കേപ്പിൽ വന്നപ്പോ തന്നെ സനൂപിനൊരു അയ്യോ ഞാനിങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളൊരു? അല്ല, അങ്ങനെയൊന്നും പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത നമ്മള് എന്താ ചെയ്യാന്ന് ഞാൻ ചെയ്തു. പ്രേക്ഷകരല്ലേ, SMS കുറവാണെങ്കിൽ. അപ്പോൾ അടുത്ത പ്രാവശ്യം അവരെല്ലാരെയും ഇംപ്രസ്ഡ് ആക്കുക, അവര് ഒരു വഴിയില്ലാണ്ടാക്കുക. സനൂപിന് SMS ചെയ്യല്ലാണ്ട് അവർക്ക് വേറൊരു വഴിയില്ലാണ്ടാക്കുക. ഓക്കെ ചേച്ചി, സനൂപ് നല്ല ഒന്നാന്തര ഒരു സിംഗറാണ്. പക്ഷെ സനൂപ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇനിയും ഇമ്പ്രൂവ്മെന്റ് വരാനിരിക്കുന്നു. ആ ഒരു എന്താ കുറച്ച് നാണം കുണുങ്ങി ആയിട്ടുള്ള നേച്ചർ ഇപ്പോഴും കുറച്ചുകൂടെ മാറണം. പിന്നെ ശ്രുതി ഒരുപാട് സനൂപ് സൂക്ഷിച്ചേ പറ്റൂ. ഇത്രയും നല്ലോണം പാടാൻ പറ്റുന്ന ഒരു കുട്ടി ശ്രുതിയുടെ കാര്യം കൊണ്ട് മാത്രം മാർക്ക് കുറയ്ക്കരുത്. സനൂപിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ശ്രുതിയാണ്. ഇനി അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനിയത്തെ റൗണ്ട്സിന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ പറയേണ്ടി വരരുത്. പിന്നെ ഇതുപോലെ നാരോ എസ്കേപ്പിൽ വന്ന് നിൽക്കാനും പാടില്ല. ഷുവർ ഷോട്ട്സ് വരേണ്ട കുട്ടിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് സനൂപ്. ഓൾ റൈറ്റ് സനൂപ്, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഇംപ്രസ് ചെയ്തിട്ടൊരു പെർഫോമൻസ് ആയിട്ട് വരിക. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടി ചിയർഫുൾ ആവുക കേട്ടോ. ഷീജയ്ക്ക് എന്താ പറ്റിയത്? ഷീജ എന്താ പെർഫോമൻസ്? ഹിന്ദി റൗണ്ടിലെ മാർക്ക് എല്ലാവർക്കും ഹിന്ദി റൗണ്ട് ആണല്ലോ പ്രശ്നം. എന്താ ഹിന്ദിയോട് വല്ല ദേഷ്യം ഉണ്ടോ? ഹിന്ദി പാടി പരിചയമില്ലേ? അല്ല, ഷീജ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, അപ്പൊ ഹിന്ദി സോങ്സ് ഒക്കെ പാടുന്നല്ലേ? പക്ഷെ പെർഫോം ചെയ്യുമ്പോ അങ്ങനെ പാടാൻ പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്ത് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അല്ല, ഇവിടുന്ന് പെർഫോമൻസ് റൗണ്ട് ആയിരുന്നേ. ഹിന്ദി ഫാസ്റ്റ് ആണ് ഞാൻ പാടിയത്. ഏത് പാട്ടാ പാടിയിരുന്നത്? എരാത്തും ജൂം 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 ബാബാന്ന്. അപ്പൊ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോ ഇങ്ങനെ ശരിക്കും പാടാൻ പറ്റിയില്ല. അപ്പൊ കൂടുതൽ പെർഫോമൻസിൽ ശ്രദ്ധിച്ചോണ്ടാണോ പ്രശ്നം പറ്റിയത്? പാട്ട് പ്രശ്നമായില്ല. ഓക്കെ, അപ്പൊ ഷീജയ്ക്ക് എന്താ പ്രതീക്ഷ? ഷീജ അറിയില്ല, വോട്ടിന്റെ എന്താന്നറിയില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെ? ഷീജയ്ക്ക് ഇനി ഒരു അവസരം കൂടി തരാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഷോ ഷോട്ട്സിൽ വരുമോ? നോക്കും, പരമാവധി ശ്രമിക്കും. ഇന്നത്തെ സ്റ്റേജിൽ ഷീജയ്ക്ക് ഇവിടുന്ന് പോവേണ്ടി വരികയാണെങ്കിൽ വിഷമാവോ? എന്താ പറയാ, വിഷമില്ലാണ്ടിരിക്കുമോ? വിഷമാവോ? But don't worry, you're in. Okay. ഷീജ ചെറിയൊരു അളവിലാണ് രക്ഷപ്പെട്ടേക്കണേ, അത് ഓർമ്മ വേണം. രമേശ് സാർ, മോൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. യു ഷുഡ് കീപ് ഇറ്റ്. കാര്യം പോരായ്മകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു ചാൻസ് മോൾക്ക് തന്നിരിക്കുകയാണ്, ഭഗവാൻ തന്നിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഷീജ, അപ്പൊ ഏറ്റൂലോ? അടുത്ത പ്രാവശ്യം ഒന്നും ഒരു പ്രശ്നമാവാൻ പാടില്ല ഷീജയ്ക്ക്. ഇല്ല, ഷീജ അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യാൻ പോവാണ് അല്ലേ? ശ്രമിക്കും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് എ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സലീജ്, ഷബിൻ, സജിൻ, സഞ്ജയ്, 4 S അല്ലേ? സജിൻ ഒരു നല്ല കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്, അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഷജിന് സ്റ്റേജിൽ വരുമ്പോ എന്തോ സംഭവിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്നാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പം ഇവിടെ എത്തുമ്പോൾ തൊണ്ട ഭയങ്കര പ്രശ്നമാകുന്നുണ്ട്. അത് ഇപ്പോ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള സ്ക്രാച്ച് ആവുന്നുണ്ടെന്നാണ്.
ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട്. ആണോ? കുറച്ചും കൂടെ നേരത്തെ ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നണല്ലേ? ഉണ്ട്. ഇവിടെ പണ്ട് പാടുന്നതിന് ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടെ നല്ല സീരിയസ് ആയിട്ടുണ്ട്. I don't know. I'm so disappointed. Okay. I'm sorry, Sajin. It's okay. I'm sorry. You're കുഴപ്പമില്ല. സജിൻ ഇത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. ബട്ട് യു ഡോണ്ട് ഡിസേർവ് ദിസ് സജിൻ. എനിക്ക് ഭയങ്കര ഒരു ഐ എം നോട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ സത്യമായിട്ടും. ബിക്കോസ് സജിൻ എപ്പോഴും മ്യൂസിക്കിനോട് വളരെയധികം പാഷനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു സജിന് ഏറ്റവും അടിയായത് ഹിന്ദി സോങ്സ് റൗണ്ട് ആണല്ലേ? അത് എന്താ പറ്റിയ സജിൻ? വാട്ട് ഹാപ്പൻ ടു യു? സോങ് സെലക്ഷൻ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോങ് എടുക്കായിരുന്നില്ലേ? പ്രാക്ടീസിന് പാടിയപ്പം രഘുറാം സാറൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് ഇവിടെ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ സോങ് സെലക്ഷൻ ഒരു പ്രോബ്ലം പറഞ്ഞു. പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഇവിടെ വന്നപ്പോൾ ചേച്ചി സ്ത്രീച്ച് പറഞ്ഞു, സ്ത്രീച്ചിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി സത്യം പറഞ്ഞാൽ വലിയ വിഷമമുണ്ട് സജിൻ ഇങ്ങനെ കാണുമ്പോൾ. എന്നുവെച്ചാൽ സജിൻ ഒരു മ്യൂസിക്കൽ ഒരുപാട് ടാലന്റഡ് സിംഗേഴ്സ് ഉള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. സജിന് പാടാൻ പറ്റും. സജിൻ കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ സംഗതികളുടെ ഓവർ സ്പീഡ്, അതാണ് സജിന്റെ ഏറ്റവും എനിക്കൊന്ന് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അതാണെന്ന് തോന്നുന്നു എനിക്ക്. എപ്പോഴും കൂടുതലായിട്ട് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പാടിപ്പോകുന്നു ചില സമയത്ത്. പക്ഷെ നല്ലോണം അനങ്ങുന്ന ഒരു തൊണ്ട കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതല്ല. സജിന്റെ അത് ദൈവം നല്ലോണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സജിന് നല്ലൊരു ഭാവിയുണ്ട്. ഇതൊരു എന്താ പറയണ്ടേ, ഇതൊരു അവസാനമായിട്ട് വിചാരിക്കരുത്. ഇത് സജിന്റെ തുടക്കമാണ്. ഇനി ഒരുപാട് ഫിലിംസിലും പ്ലേ ബാക്ക് സിംഗറായിട്ട് ഞാൻ കാണട്ടെ സജിനെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. സുകന്യ മാം, ഞാൻ കേട്ടിട്ടില്ല സജിൻ്റെ സിംഗിങ് ഇതുവരെ. ബട്ട് യു ഹാവ് ബീൻ ഗെറ്റിംഗ് വണ്ടർഫുൾ ജഡ്ജസ് ഹിയർ ആൻഡ് യു ഹാവ് എ പെർമനൻറ്റ് ജഡ്ജ് ഹിയർ. സോ ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് കിട്ടുമോയെന്ന് ഒരിക്കലും ഇല്ല. പിന്നെ സോ കുറേ സിംഗേഴ്സ് ഉണ്ട് ലോകത്ത്. ദേ ഓൾ ഹാവ് ദെയർ ഓൺ ഗുരൂസ്. ആൻഡ് two things I want to say in this. Please respect your gurus. How much of you have come so far only because of your gurus. അവർ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇത് സ്ഥിരം പറയുന്നതാ എന്ന് ലൈറ്റായിട്ട് എടുക്കാതെ അത് കൂടുതൽ ശ്രദ്ധിച്ച് അതിൽ വർക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ ലെവൽ നമ്മൾ എത്തിയോ, അല്ലെങ്കിൽ ഫ്രം 0 to 10%, 20%, within so many days I've come so much. And if you can make your own graph, I'm sure you can. If there is a will, definitely there is a way. And you have all the top judges here, and with so much of love they are telling you, please take it sincerely. I'm sure you all have a very bright future. ശരിക്കും ഇപ്പോൾ സുകന്യ മാം പറഞ്ഞത് സജിന് വേണ്ടി മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്.